മനുഷ്യരൊന്നും ഒരു ഓട്ടത്തിലാണല്ലേ. ജനിച്ച നാൾ മുതൽ കമ്പാരിസൺ ആണ്. മറ്റേ ആളുടെ കുഞ്ഞിന്റെ അത്ര കളറില്ല, വെയിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ ഒരു നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. പഠിക്കുമ്പോൾ മാർക്സ്, ജോലിക്ക് പോകുമ്പോൾ ഡെഡ് ലൈൻസ്, ഉപരിപഠനം, വീട്, കാറ് എന്നിങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്തിങ്ങനെ നേടിയെടുക്കാനുള്ള നിരന്തര മത്സരത്തിലാണ് നാം. പക്ഷെ ഇതിനു വേണ്ടി നാം ത്യജിക്കുന്ന നമ്മുടെ മെന്റൽ പീസ്, അതായത് മാനസികാരോഗ്യത്തെ പറ്റി ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധാലുക്കളല്ല. എന്തുകൊണ്ടായിരിക്കാം ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലും മെന്റൽ ഹെൽത്ത് എന്നുള്ളത് ഒരു സ്റ്റിഗ്മയായി തുടരുന്നത്? മെന്റൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് വിഷാദം, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ബൈപോളാർ എന്ന് പറഞ്ഞുള്ള മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന ടേം ഉപയോഗിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം അത് തമ്മിൽ വ്യത്യാസമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺസെപ്റ്റുകളുടെ ക്ലാരിറ്റി കുറവ്, അതൊരു വലിയ വിഷയമാണ്. അതുപോലെ നമ്മൾ ഈ ഓട്ടത്തിലാണ് അല്ലെ, നമ്മൾ ഭയങ്കര ബിസി സ്കെഡ്യൂളിലാണ്. അവിടെ ഒരിക്കലും നമ്മളെ പറ്റി ആലോചിക്കുന്നില്ല. നമ്മൾ ഓടുന്നു, നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നു, നമ്മുടെ കുടുംബത്തിനെ നന്നാക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണം, അങ്ങനെ 100 കമ്മിറ്റ്മെന്റ്സ് ആണ്. ഈ കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ ഒരു പോസ് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു പോസ് എടുത്ത് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ സിഗ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസെപ്റ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്യാൻ ഒരു പരിധി വരെ നമ്മളാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടത്. അവിടെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് എ പോസ് എടുത്തിട്ട് നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ ആൻഷ്യസ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിലക്റ്റൻസ് ടു സീക്ക് ഹെൽപ്പ് എന്നാണ് രണ്ടാമത്തെ ഒരു വിഷയത്തിന്റെ കാര്യം. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസ് എടുത്ത് നമ്മളെ പറ്റി ചിന്തിക്കാനോ, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ശാരീരികമായും മാനസികമായും ഒക്കെ തളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ പേസിന് ഒരു സ്ലോ ഡൗൺ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് എവിടെ പോകണം എന്നറിയില്ല. അതൊന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അങ്ങനെ പോവാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതും പലർക്കും ഇന്ന് അറിയാത്ത ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ വലിയ സിവിയർ മെന്റൽ ഇൽനെസ്സിനെ പറ്റിയേ നമുക്ക് അറിയത്തുള്ളൂ. ഈ എവറി ഡേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഈ ആൻസൈറ്റി ആവട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഈ മൂഡ് സ്വിങ്സ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. അപ്പം ഈ മൂഡ് സ്വിങ്സ് പോലുള്ള കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി കുറവാണ് ഒരു പരിധി വരെ സ്റ്റിഗ്മ റിഡ്യൂസ് ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ കുട്ടികൾ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പം ലഹരി ഉപയോഗങ്ങളായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, ഈവൻ റേപ്പ് കേസസിൽ വരെ കുട്ടികൾ കൾപ്രിറ്റായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം അതില് എത്രമാത്രം പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്? എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും? അത് വളരെ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് എന്ന് നമ്മൾ പറയും അല്ലെ. പാരന്റിങ് ഇസ് എൻ ആർട്ട്. അപ്പം പാരന്റ്സ് എന്ന് പറയുന്നതാണ് ആർട്ടിസ്റ്റ്. അപ്പം കുട്ടികളുടെ എന്തു കാര്യങ്ങളിലും അതിന്റെ ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഓണറിന് എന്തുമാത്രം പങ്കുണ്ടാവും ഒരു ആർട്ടിന്റെ, അതേപോലെ തന്നെ പാരന്റ്സിനും വളരെയധികം പങ്കുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം പക്ഷെ ഇവിടെ സാധാരണ നമ്മളിപ്പം നമ്മളെ വളർത്തിയതും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും എല്ലാം നമ്മള് പാരന്റ്സ് ഓവറായി ഇൻഡൾജ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുട്ടികളുടെ പല കാര്യങ്ങളിലും കുട്ടികൾക്കില്ലാത്ത ടെൻഷൻ പാരന്റ്സിന് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം എക്സാം ആൻസൈറ്റി വന്ന് കുട്ടികൾക്ക് ആൻസൈറ്റി ഇല്ല, പാരന്റ്സിന് ആൻസൈറ്റി. അപ്പം അത് ഭയങ്കര ഒരു പ്രഷർ കൊടുക്കും കുട്ടികൾക്ക്. പാരന്റ്സ് അവരെ ഓർത്ത് ആൻസൈറ്റി ആവുന്നു, അല്ലെങ്കിൽ പാരന്റ്സ് ഇന്നതുപോലെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗോള്, ഇപ്പൊ 5 വയസ്സിൽ ഞാൻ സ്വിമ്മിങ് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഡ്രോയിങ് പഠിക്കണം, ഞാൻ ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഉള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ വെരി ടൈനി ഹ്യൂമൻ ബീയിങ്. അവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാല് നമ്മള് ശരിക്കും അവർക്കൊരു ഡിക്ഷണറി ആവാണ്ട് നമ്മള് ശരിക്കും അവരെ എക്സ്പ്ലോർ ചെയ്യാൻ വിടുക. അവര് പഠിക്കട്ടെ, അവര് കണ്ടെത്തട്ടെ. നമ്മൾ ശരിക്കും ഒരു ലൈറ്റ് ആണ് ആവേണ്ടത്. അല്ലാതെ നമ്മള് അവരുടെ പാത ക്ലീൻ ആക്കി കൊടുത്തിട്ട് എന്നാ നടന്നോളൂ എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പം അതാണ്. അപ്പം നമ്മള് ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ് ആവുക, ബി ഓൾവേസ് ആൻ മെന്റർ. ഒരു മെന്റർ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ സൈക്കോളജിയിൽ പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. നമുക്കത് പാരന്റ്സിലേക്ക് അറിയാവുന്ന പോലെ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈൽസ്. അതിൽ ഏറ്റവും കോമൺ ആയി നമ്മൾ കാണുന്നത് അതോറിറ്റേറിയൻ ആണ്. നമ്മൾ സിനിമയിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കാണുന്നതെല്ലാം അതോറിറ്റേറിയൻ ടൈപ്പാണ്. അതായത് ഞാൻ പറയുന്നു നീ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ശരികളാണ് നിന്റെ ശരി.
അല്ലെ? ആസ് എ പാരന്റ് എന്റെ ശരിയാണ്, എന്റെ കൊച്ചിന്റെ ശരി എന്നുള്ള ഒരു കൾച്ചറാണ്, അതോറിറ്റേറിയൻ കൾച്ചറാണ്. പക്ഷെ അതോറിറ്റേറിയൻ കൾച്ചറാണ് ഇന്ന് നമ്മളിപ്പം അൻസില നേരത്തെ മെൻഷൻ ചെയ്തതുപോലുള്ള പലതരത്തിലുള്ള ക്രൈംസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മെന്റൽ ഇൽനെസ് ഇൻ ചിൽഡ്രൻ, അതിന്റെ റേറ്റും ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പൊ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഭയങ്കര കൂടുതലാണ്, കോമൺ ആണ്. അപ്പം അതിന്റെ ഒക്കെ ഒരു റീസൺ ഇതാണ്. അപ്പം പാരന്റിങ് സ്റ്റൈൽസ് മാറുക, അതോറിറ്റേറിയനിൽ നിന്നും ഏറ്റവും സേഫ് അതോറിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പാരന്റിങ് ആണ്, വിച്ച് മീൻസ് ദർ ഇസ് ഓൾവേസ് എ സ്പേസ് ബിറ്റ്വീൻ ദ പാരന്റ് ആൻഡ് ദ ചൈൽഡ്. അപ്പൊ ആ സ്പേസ് ഉണ്ടാവുമ്പം ചൈൽഡ് വിൽ ബിക്കം മോർ കോൺഫിഡന്റ്, ദേ വിൽ തിങ്ക്, ദേ ബിക്കം ക്രിയേറ്റീവ്, ദേ വിൽ എക്സ്പ്ലോർ ദ വേൾഡ് മോർ സക്സസ്ഫുൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ബി അതോറിറ്റേറ്റീവ് ദാൻ അതോറിറ്റേറിയൻ. സൊസൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ. ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരാണ് എന്നിങ്ങനെയുള്ള പ്രീസെറ്റ്സ് കാരണം ഇമോഷണലി സൈലന്റ് ആയിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ മെന്റൽ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാവാം? ശരിക്കും ദർ ഇസ് നോ സച്ച് ജെൻഡർ തിങ്. അവിടെ ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസമില്ല. നമ്മൾ എല്ലാവരും ഹ്യൂമൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇമോഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അക്നോളജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കുറെ പ്രീ കൺസെപ്ഷൻസ് ആണ് ഉള്ളത്. അവനൊരു വിഷമം വന്നാൽ അവൻ കരയാൻ പാടുണ്ടോ, അവിടെ അതൊരു ഡിസൊണൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതവന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കരയാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മരിച്ചു, അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു, ഞാൻ ആ മരണ വീട്ടിൽ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഞാൻ കരയാൻ പാടില്ല എന്നാണ് എന്റെ സമൂഹം എന്നെ പഠിപ്പിച്ചതെന്ന് വിചാരിച്ചിരുന്നാല് അത് തന്നെ ഒരു മെന്റൽ ഹെക്റ്റിക്കാണ്. നമ്മളിപ്പോ പറയുമ്പോ തന്നെ എന്ത് ഹെക്റ്റിക്കായി നമുക്ക് തോന്നും, അല്ലെ? അപ്പൊ അത് തന്നെയാണ്. അപ്പം മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അപ്പൊ കുറച്ചുകൂടി ഫീമെയിൽസിന് അത് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഇമോഷണൽ റെഗുലേഷന് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് വെൻ കമ്പയർ വിത്ത് മെയിൽസിന്. അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല. ഇനിയിപ്പം അവൻ ആരുടെങ്കിലും കരഞ്ഞുകൊണ്ട് ചെന്നാലും അവരിത് തന്നെ പറയാൻ പോകുന്നു. അപ്പം അത് മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള നമ്മളെ ഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ജെൻഡർ ഒക്കെ വളരെ നമ്മളുടെ പോപ്പുലേഷനെ റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റേഷ്യോ നോക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ലാതെ എല്ലാത്തിനും ആ ജെൻഡർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പം ഇപ്പൊ മെയിൽസിന് തന്നെ ശരിക്കും പറഞ്ഞാല് ഡിപ്രഷൻ റേറ്റ്, നമ്മുടെ സൈക്കോളജിയിൽ നമ്മൾ ഈ ജെൻഡർ ഡിഫറൻസ് ഓരോ ഇൽനെസ്സിനെ പറ്റി പറയുമ്പോൾ ചില ഇൽനെസ്സുകൾ കൂടുതൽ ഫീമെയിൽസിനാണ് എന്ന് പറയും. പക്ഷെ അത് എന്തുമാത്രം ഒത്തന്റിക് ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്. മെയിൽസിന്റെ ഡിപ്രഷൻ റേറ്റുകൾ വളരെ അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അപ്പം ഇപ്പോഴത്തെ റിസർച്ചുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ റേറ്റ് മെയിൽസിന്റേത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അലാമിംഗ് ആണ്. അപ്പം ഇതാണ് ഈ ഡിസണൻസ് ആണ് കാരണം. ഇപ്പം മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് വരാറുണ്ട്. അപ്പം ഒത്തിരി അവരുടെ ബേൺ ഔട്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, ഒരു ഫാമിലിയില് ഞാൻ എല്ലാവരെയും കൊണ്ടുപോകുന്ന ആളാണെന്നുള്ള ഒരു ബേർഡൻ കൊടുക്കുന്നത്, അത് ഒരേ സമയം ആണുങ്ങൾക്കും അത് പ്രശ്നമാണ്, അതേ കുടുംബത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും അതൊരു ബേർഡൻ ആണ്. കാരണം അവിടെ ഒരു റോൾ ഇല്ലാതെ വരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇന്ന ആളാണെന്നുള്ളൊരു ബേർഡൻ അയാൾക്കും കൊടുക്കുന്നു, എനിക്കൊരു റോൾ ഇല്ല എന്നുള്ളത് ഒരു സ്ത്രീയും മനസ്സിലാക്കുന്നു. അപ്പൊ അത് വളരെ ഒരു കോൺഫ്ലിക്റ്റ് ഫാമിലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ വളരുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പൊ അതൊരു മാസമായിട്ടുള്ള ഒരു മെന്റൽ ഇഷ്യൂസിലേക്കാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരുടെയും വീടുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ അത് മാറുക. സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി വേഴ്സറാണ്. കാരണം അവർക്ക് ഈ ഇമോഷണൽ റെഗുലേഷൻ ഉള്ള സ്പേസ് ഉണ്ട്. കാരണം ഒരു സ്ത്രീ കരഞ്ഞാൽ ആരും കരയരുതെന്ന് പറയില്ല. പക്ഷെ അതിനപ്പുറം നീ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ ക്ഷമിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു ഇമോഷണൽ റെഗുലേഷനെക്കാളും, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കൊടുക്കുന്നതിനേക്കാളും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം സ്ത്രീകൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ദേഷ്യം അവർ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ലേബൽ ചെയ്യും അത് PMS ആണ്, അല്ലെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഭാഗമായി അവർക്ക് വരുന്ന മൂഡ് ചേഞ്ച് ആണ്. അല്ല, അപ്പം അവര് ആങ്കർ വരുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ആങ്കർ, അല്ലെങ്കിൽ എന്തിനവര് ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചു എന്നുള്ളതൊന്നും ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ ഈസിലി ലേബൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങ് ലേബൽ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും രണ്ടുപേരെയും ഇപ്പം അപ്പാർട്ട് ഫ്രം ദ ജെൻഡർ, ഈ ജെൻഡറിനപ്പുറം അവര് ഹ്യൂമൻസ് ആണ്. അവര് രണ്ടുപേരും ലെറ്റ് ഔട്ട് ചെയ്തോട്ടെ, അവര് കരഞ്ഞോട്ടെ, അവര് ഹെൽപ്പ് സീക്ക് ചെയ്തോട്ടെ. ഇറ്റ് ഈസ് വെരി നോർമൽ. ഇറ്റ് ഷുഡ് ബി വെരി നോർമൽ.
ഈ മെന്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ വയോജനങ്ങളുടേതാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്ത് കൊണ്ടുവരാനാകുക? ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയാ വെരി സൈലന്റ് ഫേസ് ഓഫ് ലൈഫാണ് അല്ലെ. അതായത് വളരെ ആക്റ്റീവായി സമൂഹത്തിൽ നിലകൊണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകള് റിട്ടയർമെന്റിന് ശേഷം ഒരു വീട്ടില് വളരെ പാസീവ് റോളിലേക്ക് മാറുകയാണ്. ദാറ്റ് ട്രാൻസിഷൻ ഈസ് വെരി പെയിൻഫുൾ. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണത്. പക്ഷെ പലരും നമ്മൾ ആരും വയോധികരായിക്കോട്ടെ, അവരുടെ കൂടെ താമസിക്കുന്ന കുട്ടികളായിക്കോട്ടെ, കൊച്ചുമക്കളായിക്കോട്ടെ, അവരാരും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ ആക്റ്റീവായി നിലകൊണ്ടുകൊണ്ടിരുന്ന ആളുകളെ പെട്ടെന്ന് പാസീവ് ആക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാരണം ഉണ്ടാവുന്ന മെന്റൽ ഇഷ്യൂസും ഹൈ ആണ്. പക്ഷെ ഇന്ന് വരെ അങ്ങനെയുള്ള മെന്റൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്ന് കരുതി അതില്ല എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂ ആയിട്ട് അവർ വരുമ്പോഴാണ് നമ്മുടെ കൈകളിലേക്ക് അവരെത്തുന്നത്. അപ്പം ഒത്തിരി കേസസ് ആണ് ഡിപ്രഷന്റെ ഒക്കെ. ഈ ജെറിയാട്രിക് ഡിപ്രഷൻ ഒക്കെ ഇപ്പോഴത്തെ റേറ്റ് ഭയങ്കര ഹൈ ആണ്. കാരണം ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് റോളുകളിൽ നിന്നുകൊണ്ടിരുന്ന ആളുകൾ പാസീവ് ആവുമ്പോൾ അവർ ആ ഒരു എൻവയോൺമെന്റുമായി കോപ്പപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇവരെ തിരിച്ച് ആക്റ്റീവ് റോളിലേക്ക് കൊണ്ടുവരാൻ? ഒരിക്കലും നമുക്കിനി പഴയ പോലെ അവരെ ജോലിക്ക് വിടാനോ അതൊന്നും പറ്റത്തില്ല. അപ്പം ഉള്ളത് വെച്ച് നമ്മൾ ഒരു കൊച്ചു മക്കൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മക്കൾ എന്നുള്ള രീതിയിൽ അവരെ എന്താ പറയാ ഒരു പാസീവ് ആക്കി ഒരിടത്ത് ഒതുക്കി നിർത്താതെ കുറച്ചുകൂടി ഡിസിഷൻ മേക്കിംഗ്, ഇപ്പൊ ഫാമിലി ഡിസിഷൻ മേക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ അവരെ ഗാർഡനിങ് പോലെ അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ എക്സസൈസുകൾ കൊടുക്കുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ ഈ മെമ്മറി ടാസ്കുകൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ജെറിയാട്രിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണ് ഈ മെമ്മറി കൂടാനുള്ള ടാസ്കുകൾ. അതുപോലെ കൊച്ചുമക്കളുമായിട്ടുള്ള ക്വാളിറ്റി ടൈം, മക്കളായാലും ഒക്കെ ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കൂട്ടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലുള്ള ഇഷ്യൂസ് കൂടാൻ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ആണ്. അവർക്ക് കിട്ടേണ്ട പണ്ട് കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ കുറയുന്നു പെട്ടെന്ന് അവർ പാസീവ് റോളിലേക്ക് വരുമ്പോൾ. അപ്പൊ അതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ എപ്പോഴും അവരെ ഒക്കുപ്പൈഡ് ആക്കി വെക്കുക. ഒറ്റയ്ക്കിരുത്താതെ ഒക്കുപ്പൈഡ് ആക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനും അംഗീകരിക്കാനും സാധിക്കും. ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അത് എത്ര റിയൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹം ഇപ്പോഴും അത് പെൺകുട്ടികളുടെ മാത്രം ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അത് വേണ്ടുന്ന അറ്റൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് നീങ്ങുമല്ലോ. സോ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്? ശരിക്കും അവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ ഒരു അച്ഛനും ഒരു അമ്മയും കൂടെ ജനിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന ഫാക്ടറാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ വന്ന ഒരു കുഞ്ഞാണ്. പക്ഷെ അവിടെ ആ കുഞ്ഞിനോടൊപ്പം ജനിക്കുന്ന അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ആ രണ്ട് റോളുകളെ നമ്മൾ ഒരിടവും അങ്ങനെ അക്നോളജ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് ഫാദർഹുഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചർ മദർഹുഡിനെ സാക്രഡ് ആയി കാണുന്ന ഒരു കൾച്ചറാണ്. മദർഹുഡിനെ അമ്മ കുഞ്ഞ് ബന്ധത്തിനെയൊക്കെ ഭയങ്കരമായി ഓവർ എംഫസൈസ് ചെയ്ത് വെക്കുന്ന ഒരു കൾച്ചറിൽ വളരുന്ന ഒരു ആളുകൾ എന്നുള്ള നിലയിൽ ഫാദർഹുഡിനെ ഭയങ്കര ഒരു ഇഗ്നോറൻസ് ആണ് കാണിക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റില് അമ്മയ്ക്കുള്ളതുപോലുള്ള പങ്കാണ് അച്ഛനും ഉള്ളത്. പക്ഷെ പലപ്പോഴും അച്ഛന്മാർക്ക് ആ ഒരു പങ്ക് കിട്ടാതാകുന്നുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ അച്ഛനെ മാറ്റി നിർത്തുന്നു, കൂടുതൽ അമ്മമാരും കുഞ്ഞുമായിട്ടുള്ള മാത്രം ബന്ധങ്ങളെ കാണിക്കുന്നുള്ള സിനിമകളെല്ലാം അതിനൊരു ഫാക്ടറാണ്. അപ്പോ അത് മാറണം. ഈ മദർഹുഡിനെ സാക്രഡ് ആക്കി വെച്ചതുപോലെ തന്നെ ഫാദർഹുഡും വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും ഒരേ റോൾ ആയിരിക്കണം, ഒരേ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണം. അപ്പം ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അമ്മയ്ക്കുണ്ടാവുന്ന ഉത്കണ്ഠ ഒരു പകുതി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് കാരണം ഉണ്ടാവുന്ന ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ ഈ ഒരു റോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് അമ്മയ്ക്കും അച്ഛനും ഇതേ റോളുണ്ട്, രണ്ടുപേരും ആക്റ്റീവായി കുഞ്ഞിനെ ഒരുമിച്ച് നോക്കുന്നു, എടുക്കുന്നു, കെയർ ചെയ്യുന്നു. അമ്മ മാത്രം ഉറക്കം സ്ലീപ്ലെസ് നൈറ്റ് അമ്മയ്ക്ക് മാത്രമുള്ളതല്ല, അച്ഛനും അപ്പുറത്ത് കിടന്ന് ഉറങ്ങാതെ ഒന്ന് പോയി എന്ത് ചെയ്യാം, കുഞ്ഞിനെ നോക്കാം. കാരണം ഇവർ രണ്ടുപേരും ആക്റ്റീവായി നിന്നാൽ മാത്രമേ കുഞ്ഞിന് ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. അതായത് അച്ഛനും അമ്മയും ഒരേപോലെ ആണെന്നുള്ള ഒരു ഇതിൽ കുഞ്ഞ് വളരുള്ളൂ. അവിടെ വഴിയാണ് ഒരു നല്ല ഫാമിലി വരുന്നത്. അപ്പം ഇതുവരെ ഇങ്ങനെയല്ല, ഇനി മാറണം. ഇനി ഫാമിലി എന്ന കോൺസെപ്റ്റ് തന്നെ
റൈറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പം സ്ത്രീകളിലേക്ക് എടുത്തു പറയണം, ഇപ്പം ഫാദർഹുഡിനെ പറ്റി നമ്മൾ സംസാരിച്ചു. സ്ത്രീകളിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ലേബർ അവർ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, അല്ലെ? ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. അപ്പം ഫിസിക്കൽ എക്സോഷൻ അല്ലെങ്കിൽ ആ ഒരു ടയേർഡ്നെസിന്റെ കൂടെ തന്നെ അവർക്ക് ഒത്തിരി ചിന്തകളാണ്. ഇപ്പൊ കൊണ്ടുവന്ന ആ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യണം, നീ പറഞ്ഞ പോലെ അവിടെ അച്ഛൻ ഒരു ആക്റ്റീവ് റോൾ കൊടുത്തില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അവർ കുഞ്ഞിനെ എങ്ങനെ നോക്കും? പിന്നെ ഈ പുതുതായി അവര് കൊണ്ടുവന്ന കുഞ്ഞുമായി അവർക്കൊരു റാപ്പോ വേണം. അത് നിന്റെ കുഞ്ഞല്ലേ അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ പാർട്ടിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു. അതൊരു എക്സ്റ്റേണൽ ഏജന്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ന്യൂ ഹ്യൂമൻ ആണ്, അതൊരു ന്യൂ ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വലുമായിട്ട് ആ അമ്മയ്ക്കൊരു റാപ്പോ വേണം. ആ റാപ്പോ ബിൽഡ് ചെയ്യാൻ അമ്മ നീഡ്സ് ടൈം. ആ ടൈമൊന്നും നമ്മൾ ആരും കൊടുക്കാറില്ല. അപ്പം ആ റാപ്പോ ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആൻസൈറ്റീസ് എല്ലാം അക്നോളജ് ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ അക്നോളജ് ചെയ്യേണ്ടത് കൂടെയുള്ള ആളുകളാണ്, ഫാമിലി മെമ്പേഴ്സ് ആണ്. അത് കഴിയുമ്പോൾ സമൂഹമാണ്. അപ്പൊ ഫാമിലിയിൽ നിന്നൊരു മാറ്റം വന്നാൽ മാത്രമേ സമൂഹത്തിലേക്ക് ആ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു കുഞ്ഞിനെ എന്തുമാത്രം ഒരു പുതുതായിട്ട് വന്ന കുഞ്ഞിന് ഒരു ഫാമിലി കൊടുക്കുന്ന ആ ഒരു സെൻട്രൽ റോള് ഷുഡ് ബി ഡിവൈഡഡ് ടു ബോത്ത് ദ പാരന്റ്സ് ആൻഡ് ദ ചൈൽഡ്. മൂന്നുപേരെയും ഒരേപോലെ സെൻട്രൽ റോളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസിന്റെ റേറ്റുകൾ കുറയ്ക്കാം. നമുക്കറിയാം ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഓൾസോ ആ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പലർക്കും ആഫ്റ്റർ ഡെലിവറി ഒത്തിരി മെന്റൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആഫ്റ്റർ ഒരു കുഞ്ഞിനൊരു 3, 4, 5 വയസ്സ് കഴിഞ്ഞാലും അമ്മമാർക്ക് മാനസിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. അത് മാറാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഒരു പനിയോ ചുമയോ മറ്റെന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളോ ഉള്ളപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സ നേടാറുണ്ട്. പക്ഷേ മാസങ്ങളും വർഷങ്ങളുമായിട്ടൊക്കെയുള്ള നമ്മുടെ വിഷാദമോ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ എന്തെങ്കിലും പിരിമുറക്കങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ചികിത്സ തേടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് സൈക്കോളജി സെഷനാണ്. പക്ഷെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം മനസ്സിന്റെ ആരോഗ്യത്തെ എല്ലാവരും സൈഡാക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലിബറൽ ആണെന്ന് ക്ലെയിം ചെയ്താലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇന്നും അതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ കണ്ടു വളർന്ന സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളായിക്കോട്ടെ, എപ്പോഴും ഭ്രാന്ത് എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്, അല്ലെ? അപ്പം ഈ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്നും നമുക്കൊരു ഹൊറർ ഫീലിംഗ് തരുന്ന സ്ഥലങ്ങളുമാണ്. അപ്പം എത്രയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ന് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ അറിയാത്ത ടൈറ്റിൽ അല്ല, അല്ലെങ്കിൽ ഇന്ന് വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, മാനിയ, ബൈപോളാർ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ്. അങ്ങനെയുള്ള അവസ്ഥകളെയും അവസ്ഥാന്തരങ്ങളെയും പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ കൂടി ഇതെല്ലാം ടാബുവിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ കൂടി ഇന്നും മനുഷ്യരുടെ ഡീപ്പർ മൈൻഡിൽ അത് എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അവർക്കൊരു ഭയമാണ്. ഇത് ഞാൻ ഇവിടെ വരുന്നു അല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് എടുക്കാൻ വരുന്നു, അത് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പലർക്കും അവരുടെ ഫുൾ നെയിം നമ്മളങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഫുൾ നെയിം പറയാൻ അല്ലെങ്കിൽ അവരെവിടുന്ന് വരുന്നു എന്നുള്ള അവരുടെ അഡ്രസ്സ് പറയാനൊക്കെ ഭയങ്കര വിമുഖതയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ കൗൺസിലിംഗിന് വന്നു അല്ലെങ്കിൽ ഞാൻ തെറാപ്പി എടുക്കുന്നു എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലൊരു ഫാക്ടറായി വരുന്നു. നമ്മുടെ സമൂഹം ഒരു ഫാക്ടറായി വരുന്നു. അതിൽ നിന്നും ആ ഒരു വേലിക്കെട്ടുകളിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അത് കുറച്ചുകൂടി നോർമലൈസ്ഡ് ആയിട്ട് കാണുക. ഇപ്പം ഒരു തലവേദന വന്നാൽ പാരസെറ്റമോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരു മടിയില്ലാത്ത സമൂഹമാണ് നമ്മുടെ. എല്ലാവരോടും പറയും എനിക്ക് തലവേദനയാണ്, ഞാൻ പാരസെറ്റമോൾ എടുത്തു. അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ഒരിക്കലും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് ചിത്തഭ്രമത്തിന് വേണ്ടിയിട്ടല്ല തെറാപ്പി ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സിവിയോറിറ്റിയെ നോക്കുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു താല്പര്യം. സിവിയോറിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് എന്നും നമ്മുടെ മനസ്സിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. ആൻസൈറ്റി ആയിക്കോട്ടെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD എന്ന് പറയും. അതൊക്കെ വളരെ ഫേമസ് ആണ്. ദ ടേംസ് ആർ ഫേമസ്. പക്ഷെ അതെനിക്കുണ്ടെന്ന് ഒരാളോട് എനിക്ക് പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കൗൺസിലറിനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് എടുക്കുന്നുണ്ടെന്ന് ഒരു 4 ആള് കൂടുന്ന സ്ഥലത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നത്തെ യങ്ങർ ജനറേഷനിൽ ആ ഒരു ടാബു മാറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അഗെയിൻ ദ മിഡിൽ അഡൾട്ട്ഹുഡ് ഈസ് നൗ
ഓൾസോ സ്റ്റക്കിങ് വിത്ത് ദാറ്റ് ട്രോമ. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിനെ ലിബറലായി കാണുക. ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് എടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്. എങ്ങനെയാണോ നമ്മൾ ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ തന്നെയാണ് ഒരു കൗൺസിലറിന്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുക്കുന്നതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഈ തെറാപ്പി എന്നൊക്കെ പറയുന്നത് നോർമൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ചിത്തഭ്രമമുള്ള ഒരാൾക്ക് നമ്മൾ തെറാപ്പി എടുക്കത്തില്ല ആദ്യം, അല്ലെ? അപ്പം അതൊരു കോഴ്സ് ഓഫ് സെഷൻസിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ അറിയാമെങ്കിലും ഇത് ഉണ്ട് എന്ന് പറയാൻ ഒരു വിമുഖതയാണ് എല്ലാവർക്കും ഉള്ളത്. അത് മാറി വരണം. അത് മാറണം എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ലിബറൽ ആവേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സമൂഹത്തിനോട്, ഇറ്റ്സ് ഓക്കെ ടു സീക്ക് ഹെൽപ്പ്. It's okay to seek help and it's okay to search for the ears that listen. അത് പ്രൊഫഷണൽ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തിരിക്കുന്ന ഒരാളോട് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ കുറയും. എന്നാലും ഒരു പ്രൊഫഷണലോട് അത് ഷെയർ ചെയ്യുമ്പം അത് കുറച്ചുകൂടി അയാളുടെ ഡെവലപ്മെന്റിന് കുറച്ചുകൂടി എയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇറ്റ്സ് ഓക്കെ സംടൈംസ് യു ഫീൽ ബാഡ് അല്ലെങ്കിൽ യു ഫീൽ ഡൗൺ. ഇറ്റ്സ് ഓക്കെ. എപ്പോഴും നമ്മൾ ആക്യുറേറ്റ് ആയിട്ടിരിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റുക. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ നോട്ട് ഓക്കെ സംടൈംസ്. ഇറ്റ്സ് ഓൾവേസ് ഓക്കെ ടു ലെറ്റ് ഔട്ട് യുവർ ഇമോഷൻസ് ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു അക്സെപ്റ്റ് യു ആസ് യു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.